കനത്ത മഴ തുടരുന്ന ഹിമാചൽ പ്രദേശിൽ ജനജീവിതം ദുസ്സഹമാണ്. 23 മിന്നൽ പ്രളയവും 19 സ്ഥലത്ത് മേഘവിസ്ഫോടനവും ഉണ്ടായി. സംസ്ഥാനത്ത് ഇതുവരെ 78 മരണം റിപ്പോർട്ട് ചെയ്തു. കാണാതായി 20ഓളം പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേർന്നു. അനൂപ് ദാസ്, എന്താണ് നിലവിൽ അവിടെ സ്ഥിതി? ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? തിരച്ചിൽ തുടരുന്നുണ്ട്. നമ്മൾ പ്രളയകാലത്ത് കേരളമൊക്കെ നേരിട്ട പോലെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചക്കാലമായിട്ടുള്ളത്. 78 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 20-ലധികം പേർ ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പല ഇടങ്ങളിലായി നടക്കുകയാണ്. 19 ഇടത്ത് മിന്നൽ പ്രളയമുണ്ടായി എന്ന് പറയുമ്പോൾ അത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ഷിംലയും മണ്ടിയും അതിന് അപ്പുറത്തുള്ള കുളു മണാലിയുമെല്ലാം. ഈ മേഖലകളിലൊക്കെ തന്നെ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. മഴ ഇന്നലെയും ഇന്നും ഒക്കെ തുടരുകയാണ്. ഈ ആഴ്ചയ്ക്ക് അങ്ങോട്ടും ഇനിയും മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. 2000 കോടിയിലധികം രൂപയുടെ നഷ്ടം നിലവിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഏതാണ്ട് 1000 കോടി രൂപയുടെ ഈ തകർന്ന സ്ഥലങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുമുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിനുമൊക്കെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് അനൂപ്? ഈ കുഴപ്പം സംഭവിച്ച ഇടങ്ങളിൽ പുനർനിർമ്മിക്കുക, ഒപ്പം തന്നെ മരിച്ച ആളുകൾക്ക് അവരുടെ കുടുംബത്തിന് സഹായം നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി 1000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. അത് വളരെ വേഗം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. തുക അനുവദിച്ചു എന്നല്ല, വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്കും മറ്റ് ആളുകൾക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കേരളം പ്രളയകാലത്ത് നേരിട്ട പോലെ അതിഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഹിമാചൽ പ്രദേശ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.